ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ആർ എസ് സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമുക്കൊരു മിനി വ്ളോഗ്, ഒരു ഷോർട്ട് വ്ളോഗ് എന്നൊക്കെ പറയാം കേട്ടോ. എന്നുവെച്ചാൽ ഒരു ഡേയിലെ ഫുൾ വീഡിയോ ഇല്ല, എന്നാലും അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു ബിറ്റുകളെല്ലാം കൂടി ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നമുക്കിന്ന്. അപ്പോൾ ഞാനിന്ന് എണീറ്റ് വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല വെട്ടവും വിളിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഓണായി. പിന്നെ അവിടെ ബാക്കിൽ കിടക്കുന്നത് ചാക്കല്ല, രാഹുവാണ് കിടക്കുന്നത്, രാഹു. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് നേരെ പോയി ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ കഴുകി എനിക്കൊന്ന് നെയിൽ കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ ചെയ്തു. എനിക്കിഷ്ടമാണ് നമുക്ക് കയ്യിലും കാലിലൊക്കെ നഖം വളർത്തുന്നത്. പക്ഷേ ഇപ്പോൾ എന്നെ കൊണ്ട് അങ്ങനെ പറ്റാറില്ല. എന്നുവെച്ചാൽ എനിക്കിങ്ങനെ വളർന്നു വരുമ്പോഴത്തേക്ക് അത് കട്ട് ചെയ്ത് കളയണം എന്ന് പറയുന്നൊരു വ്യഗ്രത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ വളരാൻ അനുവദിക്കാറില്ല, ഞാൻ വെട്ടിക്കളയും. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ, നന്നായിട്ട് വളർത്തി വെച്ചിട്ട് നെയിൽ പോളിഷൊക്കെ ഇട്ട് നന്നായിട്ട് കൊണ്ടു നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഏജ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ നടക്കാനുള്ള ഒരു ഏജാണ്. ബട്ട് എനിക്കതൊന്നും വലിയ താല്പര്യമില്ല. ഓക്കെ, പക്ഷേ ഞാൻ മുന്നേ ഒരു 10-21 വയസ്സ് വരെയും ഞാൻ നന്നായിട്ട് നഖമൊക്കെ വളർത്തി എന്ന് വെച്ചാൽ അന്നത്തെ ട്രെൻഡൊക്കെ അനുസരിച്ച് അതേപോലെ നടന്നുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ ട്രെൻഡിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ബട്ട് ഈ വക കാര്യങ്ങൾ ഭയങ്കര പാടാണ്. കാരണം നമ്മളിങ്ങനെ വീട്ടിൽ കുഞ്ഞു ജോലികൾ ചെയ്യുമ്പോഴത്തേക്ക് നെയിലൊക്കെ ഭയങ്കര ആയിട്ട് അഴുക്കാവുന്ന പോലെയും ഒടിഞ്ഞു പോകുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. അതെനിക്കിങ്ങനെ കാലിൽ നന്നായിട്ട് നെയിൽ പോളിഷൊക്കെ ഇട്ട് നല്ല ഹീൽസൊക്കെ ഇട്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പക്ഷേ ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. ബട്ട് ഒരു സെൽഫ് ലവ്, ഒരു സംഭവം എവിടെയൊക്കെയോ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അത് തിരിച്ചു കൊണ്ടുവരണം. യെസ്, ഐ ക്യാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ചില ദിവസങ്ങളിൽ നന്നായിട്ട് ഒരുങ്ങി സുന്ദരിയൊക്കെ ആയിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചില ദിവസങ്ങളിൽ അങ്ങനെയൊന്നുമില്ല. ചില ദിവസം ഞാൻ അങ്ങനെ രാവിലെ എണീക്കുന്ന കോലം എങ്ങനെയാണ് അങ്ങനെ ചിലപ്പോൾ വൈകുന്നേരം വരെ രാത്രി വരെ പോകാൻ ചാൻസ് ഉണ്ട്. പല ദിവസവും പല മൂഡാണല്ലോ നമുക്ക്. അങ്ങനെ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ മാരേജ് കഴിയുമ്പോഴത്തേക്കും അതായത് കൂടുതലും ഗേൾസിനാണ് മാരേജ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫിൽ പല ചേഞ്ചസ് വരും. അതായത് നമ്മൾ അത്രയും നാളൊരു കുട്ടിയാണെന്ന് കണ്ടുകൊണ്ടിരുന്നവരെല്ലാം നമ്മൾ പിന്നെ ഒരു വലിയ ആളാണ് എന്ന് കണ്ടു തുടങ്ങും. നമുക്കുണ്ടാകുന്ന കുറേ കാര്യങ്ങളും ബോഡി ചേഞ്ചസും നമുക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ രീതിയിലും നമ്മളെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ അത് മാറി വരാൻ കുറേ സമയമെടുക്കും. ഒരു 2 to 3 years ഒക്കെ എടുക്കും നമുക്ക് ആ ഒരു ചേഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. നമ്മൾ കുഞ്ഞാണെങ്കിലും നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ ഒരു വലിയൊരാളായിട്ട് കാണുന്ന ഒരു ഫീൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ചധികം സമയമെടുക്കും. പിന്നെ നമുക്ക് നമ്മുടെ ദേഷ്യം, വിഷമം, സങ്കടം ഇതെല്ലാം എക്സ്ട്രീം ലെവലിൽ വരും. അതൊക്കെ ഞാനിപ്പോൾ ആട്ടോ മനസ്സിലാക്കുന്നത്. ഞാൻ കുറേയൊക്കെ അതിൽ നിന്ന് ചേഞ്ച് ചെയ്ത് കുറേയൊക്കെ എൻ്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്തെടുക്കണം എന്നെനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം എനിക്ക് നല്ല ഓവറായിട്ട് വെറുതെ ഇരിക്കും എനിക്ക് വിഷമം വരാറുണ്ട്, സങ്കടം വരാറുണ്ട്, ഭയങ്കര ഈഗോ തോന്നാറുണ്ട്, ഭയങ്കര ദേഷ്യം വരാറുണ്ട്, നല്ല എക്സ്ട്രീം ദേഷ്യം വരാറുണ്ട്. ഇതൊക്കെ നമുക്കെങ്ങനെ അടക്കി വെക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഇതൊക്കെ കൺട്രോൾ ചെയ്യണമെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു കാര്യവും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്ന അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല എന്ന് പറയുന്നതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. പ്രത്യേകിച്ച് ന്യൂലി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഏകദേശം ഒരു 2-3 വർഷമൊക്കെ എടുക്കും കേട്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ ലൈഫ് സെറ്റ് നമ്മൾ ഇനി ഇങ്ങനെയാണ് പോകാനുള്ളത് എന്ന് പറയുന്നൊരു സംഭവം അക്സെപ്റ്റ് ചെയ്ത് വരാൻ ഒരു 2 to 3 years എടുക്കും. അത് പ്രത്യേകിച്ച് ഗേൾസിന് ഞാൻ പറയും കേട്ടോ. കാരണം നമ്മൾ അത്രയും കാലം നമ്മളെ വീട്ടുകാർ ചെയ്ത് തന്നുകൊണ്ടിരുന്ന സാധനം നമ്മൾ പെട്ടെന്നൊരു ദിവസം കഴിയുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ
പ്രാപ്തിയാകുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്ത് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ബേർഡൻ എടുത്ത് തലയിൽ വയ്ക്കുന്നൊരു ഫീലാണ് വരുന്നത്. അതായത് എന്താ പറയാനാ, ഞാനിപ്പോൾ പറയുന്നതിന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയത്തില്ല, ഒരു കണ്ടിന്യൂറ്റി ഫോമിലാണോ പറയുന്നതെന്നും എനിക്കറിയത്തില്ല കേട്ടോ. നമ്മൾ കല്യാണം കഴിയുന്നവരെ നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് കയ്യിൽ വരെ ചിലപ്പോൾ വീട്ടുകാർ തരുമായിരിക്കും. അവിടെ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് ഒരു ഫാമിലിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കുക, ഒരു ഹോൾ ഫാമിലി നമ്മൾ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹോൾ ഫാമിലി നമ്മൾ എങ്ങനെ പോകണം എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബേർഡനാണ്. അതും പെട്ടെന്ന് ഒരു ദിവസം നമ്മളെ മണ്ടയിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പിന്നെ അതുമായിട്ടൊക്കെ നമ്മൾ ആ ചേഞ്ചസുമായിട്ട് നമ്മളൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്ത് വരാൻ എടുക്കുന്ന സമയവും എടുക്കും. ആ സമയം എന്ന് പറയുന്നത് നമ്മളെടുത്ത തീരുമാനങ്ങൾ ശരിയാണോ, നമ്മളെടുത്ത തീരുമാനങ്ങൾ തെറ്റാണോ, നമ്മൾ പോകുന്ന വഴി കറക്റ്റാണോ, നമ്മളെ തന്നെ സംശയിച്ച് തുടങ്ങുന്ന കുറേ ടൈമുകൾ വരും നമ്മൾ ഫ്രണ്ടിൽ. അതായത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ മാരേജേ വേണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്ന കുറേ സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകും എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് 2-3 ദിവസമായിട്ട് കുറച്ച് വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഈ സിറ്റുവേഷനിലൂടെയൊക്കെ ഒരു ലേഡി, ഒരു ഗേൾ കടന്നു പോയിരിക്കും. പ്രത്യേകിച്ച് അവർ മാരേജിലൂടെ കടന്നു പോവുകയാണെങ്കിൽ എന്തായാലും കടന്നു പോയിരിക്കും, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മളിങ്ങനെ തിരിച്ചെഴുന്നേറ്റ് വരാൻ കുറച്ചധികം സമയമെടുക്കും. അവിടെ നിന്ന് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ലൈഫ് ഭയങ്കര സൂപ്പറാട്ടോ. അതായത് നമ്മളെ ദേഷ്യം, വാശി, ഈഗോ, നമ്മളെ സങ്കടം ഒക്കെ നമ്മൾ എപ്പോൾ സപ്രസ് ചെയ്ത് നമ്മൾ എന്താ പറയാനാ, ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നു, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും നമ്മളെപ്പോലൊരു ഇൻഡിവിജ്വലാണ്, ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ നമ്മൾ അവരെ ഒപ്പീനിയനും മാനിക്കണം, അല്ലെങ്കിൽ അവരെ ഒപ്പീനിയനും അവരെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ നോക്കണം എന്ന് നമ്മളെന്ന് മനസ്സിലാക്കുന്നു, അന്ന് നമ്മളിൽ കുറേ ചേഞ്ചസ് വന്നു തുടങ്ങും കേട്ടോ. ഇത് ഇപ്പോൾ തിങ്ക് ചെയ്യുമ്പോഴത്തേക്കാട്ടോ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ലൈഫിൽ കുറച്ചുകൂടെ മുന്നേ ചെയ്യാമായിരുന്നു, അപ്പോൾ ലൈഫ് കുറച്ചുകൂടി ഈസി ആയിട്ട് പോകുമായിരുന്നു എന്നൊക്കെ. ഓക്കെ, ഞാൻ ഇതിപ്പം എന്തുകൊണ്ട് ഈ ഒരു സംസാരത്തിലൂടെ പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ കുറച്ച് ഈഗോസും കാര്യങ്ങളും ദേഷ്യവും വാശിയും ഒക്കെ എനിക്കൊന്ന് കൺട്രോൾ ചെയ്യണമെന്ന് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ കുറച്ചധികം വീഡിയോസ് കണ്ടു തുടങ്ങി. അതിൻ്റെ ഇമ്പാക്റ്റിലാണെന്ന് തോന്നുന്നു എനിക്ക് ഈ സംസാരം വന്നത്, അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് വന്നത് കേട്ടോ. ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പണ്ടേ ഞാനൊരു ബോസി ഫീലിലാണ് വീട്ടിൽ നിന്നത്. അതായത് എനിക്ക് മറ്റേത്, എനിക്കത് മറിച്ചത് എന്ന് പറയുമ്പോഴത്തേക്ക് ഈവൻ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും അതെനിക്ക് നടത്തി തരാൻ നോക്കാറുണ്ടെന്നല്ല, അത് നടത്തി തരാറുണ്ട്. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് വേറൊരു ഫാമിലിയിലോട്ട് വന്നിട്ട് ഇതിലൊക്കെ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ കൊണ്ട് ഒരിക്കലും അത് 100% ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എവിടേക്കോ അതൊരു കുത്തൽ കണക്ക് നമുക്ക് ഫീൽ ചെയ്യും, നമുക്കത് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്ന സംഭവം നമുക്ക് വരും. അപ്പോൾ അതിൽ നിന്ന് വരുന്നൊരു ദേഷ്യമുണ്ട്, അവിടെ നിന്നൊരു സങ്കടം വരും, വെറുതെ ഇരുന്ന് കരയും, ചില വീഡിയോസ് കൊണ്ട് കരയും. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു സിറ്റുവേഷനിലിരിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു സിറ്റുവേഷൻ, നമ്മളൊരു സങ്കടത്തിൻ്റെ ഫീലിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഇൻസ്റ്റ എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, കറക്റ്റ് ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള കുറേ അധികം വീഡിയോസ് നമുക്ക് എടുത്തിട്ട് വരും. അപ്പം നമ്മൾ ഈ വീഡിയോസും കൂടെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഓവർലി ഹൈപ്പ്ഡ് ആവും. അതായത് ഇതെൻ്റെ ലൈഫിൽ സംഭവിക്കുന്നതാണ്, ഇതെൻ്റെ ലൈഫാണ്, ഇതിങ്ങനെയാണ് എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ ഉള്ളിലോട്ട് വരും. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ കാരണമാകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോസ് എല്ലാം കാണുമ്പോഴത്തേക്കും നമുക്ക് ഉള്ള സങ്കടത്തിൻ്റെ ഇരട്ടി സങ്കടം വരും. അത് കാണുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം നമ്മൾ എണീറ്റ് ഈ പറയുന്ന നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ എക്സ്ട്രീം ദേഷ്യം കാണിക്കും, അല്ലെങ്കിൽ നമ്മൾ വേറൊരു തലത്തിലൂടെയൊക്കെ കടന്നു പോകും. അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് ഓപ്പൺലി സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് വന്ന ആളാണ്. ഓക്കെ അങ്ങനെ. അപ്പോൾ ഞാൻ ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്.
മാരേജ് കഴിഞ്ഞതിന് ശേഷം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ രാഹു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാതെ അത് ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്യണം എന്ന് പറയുന്നൊരു സംഭവം അല്ലെങ്കിൽ ആ ഒരു ഈഗോ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. അതിപ്പോൾ മാരേജിന് മുമ്പ് അങ്ങനെയാണ്, ശേഷവും അങ്ങനെയാണ്. പക്ഷെ അതൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞതാണ് സത്യം. അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. ഓക്കെ, അങ്ങനെ ഓക്കെ, ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഈ ടോപ്പിക്കിനെ കുറിച്ച് നമുക്കൊരു കുഞ്ഞൊരു ചിറ്റ് വീഡിയോ പോലെ എന്തെങ്കിലും ചെയ്യാം എന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് നമുക്കൊരു കുഞ്ഞു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനൊരു ടോപ്പിക്കിൽ നമ്മൾ സംസാരിച്ച് പോവുകയാണ്. ചിലപ്പോൾ വീഡിയോയും ഞാൻ ഇട്ടേക്കുന്ന വീഡിയോയും നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഒരു ബന്ധവും കാണത്തില്ല അല്ല, ഒരു ബന്ധവും ഇല്ല. ബട്ട് എനിക്ക് ഈ കാര്യങ്ങൾ പറയണം അല്ലെങ്കിൽ സംസാരിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ഇടുന്നത്. നമുക്കൊരു ലോങ് വീഡിയോ നമുക്കങ്ങനെ ഇതിനെപ്പറ്റിയൊരു നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അതെനിക്ക് ചെയ്യണം എന്നെനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ വീഡിയോസ് ഒരുപാട് പേരിലേക്ക് എത്തത്തില്ല എന്നെനിക്കറിയാം. ബട്ട് എന്നാലും നമുക്ക് കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ ചെയ്തല്ലേ എല്ലാവരുടെ അടുത്തോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബൈ ഫ്രം ആർ സ്റ്റോറീസ്.